Hi friends, welcome back to my channel. Only 3 ingredients മാത്രം മതി ഇത്രയും ടേസ്റ്റി ആയ നല്ല ക്രീമി ആയ ഈ ചോക്ലേറ്റ് ഐസ്ക്രീം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ 500 gram ചോക്ലേറ്റ് ഇവിടെ ഡബിൾ ബോയിൽ ചെയ്ത് മെൽട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ചോക്ലേറ്റ് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് 1/2 കപ്പ് ക്രീം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ചോക്ലേറ്റും നമ്മുടെ ക്രീമും നല്ലോണം മിക്സായി ചോക്ലേറ്റെല്ലാം നല്ലോണം മെൽട്ടായി വരുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ചോക്ലേറ്റും ക്രീമെല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് സൈഡിൽ വെക്കാം. ഈ ചോക്ലേറ്റ് മിക്സ് നല്ലോണം തണുക്കുന്ന വരെ നമുക്ക് അടുത്തതായിട്ട് ഇവിടെ ഞാൻ എടുത്തതിന് ഫ്രഷ് ക്രീം അമൂലിൻ്റെ ഓൾമോസ്റ്റ് 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിനകത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മളുടെ ഈ ക്രീം ഡബിൾ ക്വാണ്ടിറ്റിയുമാവും നല്ല തിക്കുമാവും. അത്രയും വരെ നമുക്ക് ഇത് നല്ലോണം ഒന്ന് വിസ്ക് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ ക്രീം ഇവിടെ ഓൾമോസ്റ്റ് ഡബിൾ ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്, നല്ലോണം തിക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മിക്സ് അതും കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ചോക്ലേറ്റ് മിക്സ് എപ്പോഴും ആ സമയം കൊണ്ട് തണുത്തിരിക്കണം. എന്നിട്ട് നമ്മൾ ഈ ക്രീമിനകത്ത് ഇടാവുള്ളൂ. ഇനി നമുക്ക് ഇച്ചിരി കൂടി മധുരം വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് എടുക്കാം. ഇവിടെ ഞാൻ ഓൾമോസ്റ്റ് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് നല്ലോണം ഇട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനിയും ചോക്കോ ചിപ്സ് കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. ചോക്കോ ചിപ്സ് നമ്മൾക്ക് എത്ര വേണോ അത്രയും എടുക്കാവുന്നതാണ്. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ക്വാണ്ടിറ്റി നമുക്ക് ചോക്കോ ചിപ്സിൻ്റെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ മിക്സ് നല്ലോണം റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറാണ്. അതിനകത്തോട് നമ്മൾ ഈ മിക്സ് ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി വെക്കണം. എപ്പോഴും നമ്മൾ ഐസ്ക്രീം സെറ്റ് ചെയ്യുമ്പോൾ എയർ ടൈറ്റ് കണ്ടെയ്നർ തന്നെ എടുക്കണം. അല്ലെങ്കിൽ അതിനകത്ത് ഐസൊക്കെ സെറ്റ് ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് വേണ്ട ആ ക്രീമി സ്ട്രക്ചർ നമ്മുടെ ഐസ്ക്രീമിന് കിട്ടത്തില്ല. സോ മേലിൽ ഞാൻ ഇച്ചിരി കൂടി ചോക്കോ ചിപ്സ് ഇട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. ഇതിനി ഞാൻ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ വെച്ച് അത് ക്ലോസ് ചെയ്തിട്ട് 8 മണിക്കൂറിന് വേണ്ടി ഇത് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കാൻ പോവാം. സോ ഓൾമോസ്റ്റ് 8 hours കഴിഞ്ഞിട്ടുണ്ട്. ഇത് സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നല്ല ക്രീമി ഐസ്ക്രീമാണ് റെഡി ആയിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്കിനി കാണാം. ബൈ.